പടം വന്ന ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ നല്ല റിവ്യൂ കിട്ടും. നല്ല ഉഗ്രം പടമായി, നല്ല സോഷ്യൽ എലവൻ ടോപ്പിക്കാണ്, ആ സീരിയസ് ആയിട്ട് ടോപ്പിക്കാണ്, എല്ലാം നല്ലതാണ്. ഫസ്റ്റ് ഹാഫിൽ അങ്ങനെ ലാഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. സെക്കൻഡ് ഹാഫിൽ വരുമ്പോഴേക്ക് ലാലേട്ടനെ വിളിച്ചത് വളരെ മോശമായിട്ടായി. പുള്ളിക്ക് ഒരു റോളും ഇല്ല. ഇത് വേറെ ഒരു കാര്യം പറയുന്നില്ല, പറഞ്ഞാൽ സിനിമ ബാധിക്കും. പിന്നെ ആ ഭാഗത്തിന്റെ ആണെങ്കിൽ സ്ഥിരം ചെയ്യുന്ന വില്ലൻ റോൾ, നെഗറ്റീവ് റോൾ, ക്ലീഷെ സ്റ്റീരിയോ ടൈപ്പ് റോൾ. പിന്നെ ലോജിക് ഒട്ടുമില്ല, മേക്കിംഗ് ലാഗ് നന്നായിട്ടുണ്ട് സെക്കൻഡ് ഹാഫ്. പിന്നെ പ്യൂർലി മമ്മൂട്ടി ഫിലിമാണ്. ലാൽ ഫാൻസ് ഒരിക്കലും ഹാപ്പി ആയിരിക്കും. പുള്ളിയെ ശരിക്കും സൈഡാക്കിയിരുന്നു. പുള്ളിക്ക് സെക്കൻഡ് ഹാഫ് നല്ല റോൾ കൊടുത്തെങ്കിൽ ഈ ഫിലിം വേറെ ലെവലിൽ പോയാണ്. പുള്ളിക്ക് വളരെ ചെറിയ റോൾ കൊടുത്തു. പടം മുതലാക്കി കാശ് ചിലവാക്കുക, മുതലാക്കി കാശ് കിട്ടാം, അന്നപ്പം കിട്ടാൻ പോകും. ലാൽ ഫാൻസിനെക്കാളും ഈ പടം കാണുന്നത് സംശയമാണ്, കാരണം അത്രയ്ക്ക് മോശം കാണും. വളരെ ചെറിയ റോള്. പിന്നെ ഫൈനാൻഷ്യൽ നടക്കുന്ന കാര്യം പറയുന്നില്ല, അത് പടം കാണുമ്പോൾ മനസ്സിലാവും. നല്ല സോഷ്യൽ എലവൻ ടോപ്പിക്കാണ് എല്ലാം. ഫസ്റ്റ് ഹാഫ് നന്നായിട്ട് പോയിക്കൊണ്ട് വരും. ത്രൂ ഔട്ട് മമ്മൂട്ടി ഫിലിമാണ്, ഏതാർക്കും ചെയ്യാൻ പറയത്തില്ലേ. സോ എല്ലാ മലയാള സിനിമയ്ക്കും സിനിമ ആരാധകർക്കും ഇറ്റ്സ് സംതിങ് ഡിഫറെന്റ്, ഒരു മാജിക്കാണ്. നമ്മളത് തിയേറ്ററിൽ വിറ്റ്നസ് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് യെസ്. നമ്മൾക്ക് ആ സിനിമ കണ്ടതിൽ ഇപ്പോഴും ആ ഒരു ഗൂസ് ബംസ് നമ്മൾ ഇറങ്ങിയിട്ടില്ല. നമ്മളിപ്പോഴും ആ ഒരു തരിപ്പിലും നമ്മൾ ത്രസിച്ച ആ ഒരു മൊമെന്റിലുമാണ് ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നത്. ഞങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഫസ്റ്റ് കാണാം. ഗ്രേറ്റ്. എനിക്ക് ആ ഒരു നമ്മൾക്ക് പ്രേക്ഷകരുടെ കാണാൻ പറ്റി. സോ അവരുടെ ഒരു എങ്ങനെയാണ് അവരുടെ റെസ്പോൺസ് ഓരോ മൊമെന്റ്സിലും നമ്മൾ എന്താ പറയാ അവര് കൈയടിക്കുന്നത്. ഞാൻ പ്രേക്ഷകയാണല്ലോ, ഞാനൊരു ഓഡിയൻസ് ആണല്ലോ. ഞാൻ ഇതിനകത്ത് ചെറിയ വേഷം അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഒരു സിനിമ പ്രേമി അല്ലെങ്കിൽ ഒരു അപ്കമിങ് ആക്ടർ നിലയ്ക്ക് ഒരു ഓഡിയൻസ് നിലയ്ക്ക് എനിക്കൊരു എന്താ പറയാ ഒരു വലിയ ഭാഗ്യമായി തോന്നും ഈ ഒരു തിയേറ്റേഴ്സിൽ എല്ലാവരുടെയും കൂടെ. സ്പോയിലേഴ്സ് ഒന്നും ഇല്ലാണ്ട് ആദ്യമേ വന്ന് കാണണം. അങ്ങനെ കാണാൻ പറ്റുന്നത് എനിക്ക് വലിയ ഭാഗ്യമായിരുന്നു. സോ ഉടനെ തന്നെ എല്ലാവരും പോയി ടിക്കറ്റ്സ് ബുക്ക് ചെയ്തോളൂ. ദിസ് ഈസ് എപ്പിക്. പിന്നെ മമ്മൂക്കയും ലാലേട്ടനെയും ഒരുമിച്ച് കണ്ടപ്പോൾ സന്തോഷം പറയാൻ പറ്റുന്നില്ല. പിന്നെ സിനിമ അടിപൊളിയായിരുന്നു, ത്രില്ലിംഗ് ആണ്, പിന്നെ എന്താ പറയുക ഫുള്ളി എൻഗേജിങ് ആണ്. അതാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകത. പിന്നെ ഈ പറഞ്ഞിരുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇന്നത്തെ ഈ ഒരു യുഗത്തിൽ വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം. പിന്നെ എന്താ പറയണ, എല്ലാവരെയും ഒരുമിച്ച് കണ്ട ഒരു എക്സൈറ്റ്മെന്റ് പറഞ്ഞറിയിക്കാൻ വയ്യ. എന്തായാലും ടീമിന്, ഹോൾ ടീമിന് എല്ലാ ആശംസകളും. മമ്മൂക്കയും ലാലേട്ടനെയും ഒന്നിച്ച് കണ്ട സന്തോഷം വീണ്ടും അറിയിക്കുന്നു. പിന്നെ ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ അവരുടെ എല്ലാം ആക്ടിംഗ് എന്ന് വെച്ചാൽ സൂപ്പർ. എല്ലാവർക്കും ഓരോ ചെറിയ റോള് ചെയ്തവർക്കും നല്ല ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു സിനിമയിൽ. എല്ലാം കൂടി ഇഷ്ടം. അതായത് നല്ല കഥയും കാര്യങ്ങളുമാണ്. പിന്നെ ഈ കാലഘട്ടത്തിൽ, ആധുനിക കാലഘട്ടത്തിൽ ലാപ്ടോപ്പ് മൊബൈലൊക്കെ യൂസ് ചെയ്യുന്ന ദുരുപയോഗങ്ങളും കാര്യങ്ങളൊക്കെയാണ് നല്ല കഥയായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഫഹദ് ഫാസിലൊക്കെ നല്ല സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് തകർത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, ഫാമിലി ആയിട്ടൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളി പടം, സൂപ്പർ പടം.